പാറശാലയിലെ ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതി നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. രാവിലെ നടക്കുന്ന തുടർവാദത്തിന് ശേഷമാണ് കോടതി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ചൂണ്ടിക്കാട്ടി വധശിക്ഷ വിധിക്കണമെന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കുമോ എന്നതാണ് നിർണായകം. പ്രതിയുടെ പ്രായമുൾപ്പെടെ കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്നാകും പ്രതിഭാഗത്തിന്റെ വാദം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി MM ബഷീറാണ് ശിക്ഷ വിധിക്കുക. പ്രോസിക്യൂഷൻ വാദങ്ങൾ ശരിവെച്ച് ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനായ മൂന്നാം പ്രതി നിർമ്മലകുമാരനും കുറ്റക്കാരനെന്നാണ് കോടതി കണ്ടെത്തിയത്. നിലവിൽ അട്ടക്കുളങ്ങര ജയിലിലുള്ള പ്രതികളെ രാവിലെ കോടതിയിലെത്തിക്കും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ശിക്ഷാവിധി കൂടി പുറത്തുവന്നതിന് ശേഷമാകും പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കുക. 2022 ഒക്ടോബർ 14 പ്രതി ഗ്രീഷ്മ ആൺസുഹൃത്തായ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത്. 11 ദിവസത്തിന് ശേഷമാണ് ഷാരോൺ മരിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.